കേക്ക് സ്റ്റുഡിയോ മുക്കം പ്രസൻസ് ബൂം ടൈംസ് ബിസിനസ് ന്യൂസ്. എയർടെൽ ടെക്നോ പാർക്കിലെ വേബിയോയിൽ നിക്ഷേപം നടത്തുന്നു. ടെക്നോ പാർക്കിലെ ഒരു സ്റ്റാർട്ടപ്പിനെ ഭാരതി എയർടെലിന് സ്വന്തം. തിരുവനന്തപുരം ആസ്ഥാനമായി ക്ലൗഡ് ടെലിഫോൺ രംഗത്ത് പ്രവർത്തിക്കുന്ന വേബിയോ എന്ന സംരംഭമാണ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത്. എയർടെല്ലിന്റെ സ്റ്റാർട്ടപ്പ് ആക്സിലേറ്റർ പദ്ധതിയുടെ ഭാഗമായാണ് നിക്ഷേപം. പദ്ധതിയുടെ ഭാഗമായി മറ്റ് സ്റ്റാർട്ടപ്പുകളിലും കമ്പനി നിക്ഷേപം നടത്തിയിട്ടുണ്ട്. വേബിയോ ടെക്നോളജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 10% ഓഹരികളാണ് എയർടെൽ വാങ്ങുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അനലിറ്റിക്സ് പ്ലാറ്റ്ഫോമാണ് വേബിയോ. വിൽപ്പനയ്ക്കും മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്കുമായി AI അധിഷ്ഠിത കോൾ ട്രാക്കിംഗ് സംവിധാനം ഉൾപ്പെടെ കമ്പനി വികസിപ്പിക്കുന്നുണ്ട്. അതേസമയം എയർടെൽ എത്ര കോടി രൂപയാണ് കമ്പനിയിൽ നിക്ഷേപിക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. റിലയൻസ് ജിയോ AI അധിഷ്ഠിത പ്ലാറ്റ്ഫോമായ ഹാപ്റ്റിക്കൽ നടത്തിയതിന് സമാനമായ നിക്ഷേപമാണ് എയർടെല്ലിന്റേത്. കമ്പനിയുടെ 87% ഓഹരികൾ $10 കോടി റിലയൻസ് ജിയോ സ്വന്തമാക്കിയത്. ക്ലൗഡ് ടെലിഫോൺ രംഗത്ത് വൻ മുന്നേറ്റം നടത്താൻ എയർടെല്ലിനെ പുതിയ ഏറ്റെടുക്കൽ സഹായിച്ചേക്കും. ഒപ്പം സ്റ്റാർട്ടപ്പിനും ഈ രംഗത്ത് പ്രാവീണ്യം നേടാനാകും. കോൾ ഇന്റലിജൻസ് ടൂളുകൾ സംരംഭങ്ങളിൽ അവതരിപ്പിക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നതെന്ന് വേബിയോ CEO കൃഷ്ണൻ RV പറയുന്നു. 2024 ഇന്ത്യയിൽ ക്ലൗഡ് ടെലിഫോൺ രംഗം $710 കോടി മാറുമെന്നാണ് റിപ്പോർട്ടുകൾ. 2500 വലിയ സംരംഭങ്ങൾക്കും ലക്ഷക്കണക്കിന് ഉയർന്നുവരുന്ന ബിസിനസ്സുകൾക്കും എയർടെൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇതിനായി എയർടെൽ ക്ലൗഡ് പോലെയുള്ള സംയോജിത ഉൽപ്പന്നങ്ങളുടെ ശ്രേണി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ബൂം ടൈംസ് ന്യൂസ്. ലഡാക്കിലെ ഇന്ത്യ ചൈന സംഘർഷങ്ങളെ തുടർന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വിപണി ഇന്ത്യയിൽ താറുമാറായിരുന്നു. കോവിഡ് ലോക്ക്ഡൌൺ മൂലമുണ്ടായ പ്രതിസന്ധിയും ഇരു രാജ്യങ്ങളുടെയും സംഘർഷവും ചൈനീസ് ബഹുരാഷ്ട്ര കമ്പനിയായ ഷമോഷിയെ തകർക്കുകയാണ്. അതേസമയം തേടി വരാത്ത കസ്റ്റമറെ അവരുടെ അടുത്തേക്ക് പോയി കാണാൻ ഒരുങ്ങുകയാണ് കമ്പനി. ഗ്രാമീണ മേഖലയിൽ സഞ്ചരിക്കുന്ന സ്റ്റോർ ഒരുക്കിയിരിക്കുകയാണ് ഷവോമി. പ്രതിവാര ചന്ത ചേരുന്ന ഗ്രാമഭാഗങ്ങളിൽ നിശ്ചിത സ്ഥലങ്ങളിൽ ഓടിയെത്തുന്ന ഈ സ്റ്റോറുകൾ അവിടെ നിർത്തി സാധനങ്ങൾ വിൽപ്പന നടത്തും. സ്മാർട്ട് ഫോണുകൾ, CCTV ക്യാമറകൾ, ഇയർഫോണുകൾ, സൺഗ്ലാസുകൾ, പവർ ബാങ്കുകൾ എന്നിവയാണ് ഇങ്ങനെ സ്റ്റോറിലൂടെ വിൽക്കുക. ഇന്നത്തെ കോവിഡ് പ്രതിസന്ധിയിൽ പെട്ടുകഴിയുന്ന ആളുകളിലേക്ക് സാധനങ്ങളും സേവനങ്ങളും എത്തിക്കാൻ വേണ്ടി എല്ലാ ബിസിനസ്സുകാർക്കും ഇതൊരു നല്ല മാതൃകയാണ്. ന്യൂസ് ഡെസ്ക് ബൂം ടൈംസ് ന്യൂസ്. കടമ്പകളെല്ലാം കടന്ന് കേരളത്തിന്റെ സ്വന്തം ലാപ്ടോപ്പ് കൊക്കോണിക്സ് 15,000 രൂപയ്ക്ക് വിപണിയിൽ. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ അംഗീകാരം ലഭിച്ചതോടെയാണ് കൊക്കോണിക്സിന്റെ ലാപ്ടോപ്പ് പൊതുവിപണിയിൽ എത്തുന്നത്. PIS അംഗീകാരത്തിനായി 6 മാസം മുൻപ് സമീപിച്ചെങ്കിലും കോവിഡ് സാഹചര്യത്തിൽ നീണ്ടുപോയി. അടുത്ത ആഴ്ച മുതൽ വലിയ തോതിൽ നിർമ്മാണം ആരംഭിക്കും. മാസം 30,000 ലാപ്ടോപ്പ് നിർമ്മിക്കാനുള്ള ശേഷി തിരുവനന്തപുരം മൺവിളയിൽ യൂണിറ്റിനുണ്ട്. 25,000 മുതൽ 40,000 രൂപ വരെയുള്ള 6 മോഡൽ ആമസോൺ അടക്കമുള്ള ഓൺലൈൻ വിപണികളിൽ ലഭ്യമാക്കിയിരിക്കുന്നു. പഴയ ലാപ്ടോപ്പുകൾ തിരിച്ചുവാങ്ങി സംസ്കരിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനവുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മുൻകൈയിൽ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ, UST ഗ്ലോബൽ, ഇന്റൽ, KSIDC, സ്റ്റാർട്ടപ്പായ ആക്സിലറോൺ എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് കൊക്കോണിക്സിന് രൂപം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ബൂം ടൈംസ് ന്യൂസ്. COVID-19 പശ്ചാത്തലത്തിൽ അൺലോക്ക് 4ാം ഘട്ടത്തിന്റെ ഭാഗമായി കോവിഡ് പ്രോട്ടോകോളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് സർക്കാർ. സർക്കാർ ഓഫീസുകൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കും. കോവിഡ് പ്രോട്ടോകോളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ പലതും പിൻവലിച്ചു. സർക്കാർ ഓഫീസുകൾ മുഴുവൻ ജീവനക്കാരും ഇനി ജോലിക്കെത്തണം. എന്നാൽ കോവിഡ് മാനദണ്ഡം പാലിച്ചു വേണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കമുള്ള സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കാൻ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർക്ക് 14 ദിവസത്തെ ക്വാറന്റൈനാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇനി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർ 7 ദിവസത്തിന് ശേഷം കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവായാൽ ക്വാറന്റൈൻ തുടരേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്.
അതേസമയം ആരോഗ്യ പ്രോട്ടോകോൾ പ്രകാരം 14 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കുന്നതാണ് അഭികാമ്യമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. കച്ചവട ആവശ്യങ്ങൾക്കും ചികിത്സയ്ക്കും മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കുമായി കേരളത്തിലേക്ക് വരുന്നവർ 14 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ ഇളവ് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും സർക്കാർ അനുമതി നൽകി. ന്യൂസ് ഡെസ്ക് ബൂം ടൈംസ് ന്യൂസ്. ഇന്നത്തെ വാർത്തകൾ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേക്ക് സ്റ്റുഡിയോ മുക്കം. ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ലൈവ് കേക്ക്, സ്പെഷ്യൽ കേക്കുകൾ, വിവിധങ്ങളായ ജ്യൂസുകൾ, ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കേക്ക് സ്റ്റുഡിയോ മുക്കം.